ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് GT മീഡിയ 4K GT കോംബോ എന്നൊരു കിടിലൻ ആൻഡ്രോയിഡ് ബോക്സിനെ പറ്റിയാണ്. ഫ്രീസാറ്റ് എന്ന മീഡിയ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ പിറകുവശം നോക്കുമ്പോൾ തന്നെ ഇത്രയും ഹൈ ക്ലാസ് ബോക്സ് ഇന്ന് ലോകത്ത് ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. GT മീഡിയ എന്ന ലോകത്ത് മൊത്തമുള്ള ബ്രാൻഡിൽ നിന്നും ഉത്ഭവിച്ച ഒരു പുതിയ ബോക്സാണ് GT കോംബോ. GT കോംബോയുടെ വേറൊരു പതിപ്പുണ്ട്, GTX കോംബോ. അതാണ് നമുക്ക് അവസാനമായിട്ട് മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായ സെറ്റ് ഓഫ് ബോക്സുകൾ. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നോക്കാം. ഇതൊരു ആൻഡ്രോയിഡ് ബോക്സാണ്. വളരെ നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ചിപ്സെറ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല. നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുക. ഇതിൻ്റെ ഓരോ സെറ്റപ്സ് നമ്മൾ നോക്കുകയാണ്. സെറ്റിങ്സ് ഉണ്ട്, അതിൻ്റെ സെറ്റിങ്സൊക്കെ നോക്കുക. ഇതാണ് നമ്മൾ സെറ്റിങ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് അടുത്തതായി നമുക്കിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെയാണ്. ഡിവൈസിൻ്റെ ഇൻഫോ ആണ്. എത്ര GB റാം റോമുണ്ട്, 216 GT കോംബോ, അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ വെർഷൻ, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഡേറ്റ്, അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നമുക്കതിൽ ആപ്സിലൊക്കെ പോയാൽ ആപ്സ് കിട്ടും. പ്ലേ സ്റ്റോറിൽ പോകണം, പ്ലേ സ്റ്റോർ കിട്ടും. ബ്രൗസർ വേണമെങ്കിൽ ബ്രൗസർ കിട്ടും. അങ്ങനെ ഓരോന്നാണ്. ബ്ലൂടൂത്ത്, USB ഡിലീറ്റ്, അതിലുള്ള ഡാറ്റകളെല്ലാം നമ്മൾക്ക് അതിലുള്ള ക്യാഷ് മെമ്മറി ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് നെറ്റ്വർക്ക് കണക്ടിവിറ്റി, അതൊക്കെയാണ് അതിലുള്ളത്. നെറ്റ്വർക്ക് ഏതാണ്, നമ്മൾ ഇതിൽ ബ്രോഡ്ബാൻഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൈഫൈ ആണ് കണക്ട് ചെയ്തത്, ഹോട്ട്സ്പോട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് ആ ഡീറ്റെയിൽസ് തന്നെ കിട്ടുമല്ലോ. ഏറ്റവും ഉയർന്ന പിക്ചർ ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ച് പ്രത്യേക ചിപ്സെറ്റുകൾ. ഒന്ന് ആംലോജിക് ചിപ്സെറ്റാണ് ഒന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ MIPS ചിപ്സെറ്റുകളാണ്. പിന്നെ ഇതിൽ നമ്മൾ ആപ്പുകൾ ഒരുപാട്. അതിൽ DVB ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. DVBയിലെടുത്താൽ നമ്മൾ TV കാണുന്നതൊക്കെ, ബാക്കിയൊക്കെ OTT ആപ്സുകളൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അതായത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വന്ന ആപ്ലിക്കേഷൻസുകളാണ് ഇതൊക്കെ, യൂട്യൂബ്, അതൊക്കെ. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് ആണ്, ഓൺലൈൻ അപ്ഡേഷൻ ഉണ്ട് നമുക്കിതിൽ. അപ്പോൾ അത് പറയുന്നത് കറണ്ട് വെർഷൻ ഈസ് ദ ലേറ്റസ്റ്റ്. ഇപ്പോൾ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. പുതിയതാണെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ അപ്ഡേറ്റ് ആവും. കാരണം ഫയൽസൊക്കെ നല്ല സൈസ് ഉണ്ട്. 700 സംതിങ് MB ഒക്കെ വരും, 800 MBയുടെ അടുത്തൊക്കെ വരും ഇത്. അപ്പം മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് USB-ക്കകത്ത് സമയം എടുക്കുമോ, കുറച്ച് നല്ല ഫയൽ സൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ആപ്സിൽ ആകെ ആഡ് ചെയ്ത് എടുത്തിട്ടത് DVB എന്ന് പറഞ്ഞ ആപ്പാണ്. അത്രയും ആഡ് ചെയ്തിട്ട് ബാക്കി നമുക്ക് പ്ലസ് വെച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്തിടാം. ഇതൊരു സിമ്പിളായ ചാനലുകൾ ആണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർസാറ്റ് 17 ചെയ്തെടുത്ത ചാനൽ ലിസ്റ്റുകൾ ഇതിൽ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നോക്കാം. നമുക്കറിയാം DVB S2 പ്രധാനപ്പെട്ട നമ്മൾ C ബാൻഡ് KU ബാൻഡ് ട്രാൻസ്മിഷനാണ്. പിന്നെ DVB T2, DVB C ഉണ്ട്. DVB S2നെ പറ്റി നോക്കാം. ടെറസ്ട്രിയൽ നമുക്കിപ്പോൾ ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട്, മുമ്പ് ദൂരദർശൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അല്ല, സിറ്റികളിൽ. DVB C നമ്മൾ കേബിൾ നെറ്റ്വർക്ക്സൊക്കെ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ATSC ഫോർമാറ്റ്, അത് വന്നിട്ടില്ല. ഇത്രയും ഫോർമാറ്റുകൾ ഇത് സപ്പോർട്ട് ചെയ്യും. അത് ഭയങ്കര സംഭവം തന്നെയാണ്. ഇത്രയും ഫോർമാറ്റുകൾ ATSC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ബോക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് GT മീഡിയ മാത്രമാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് DVB S2 കൊടുക്കും. അതിൽ നമ്മൾക്ക് സാധാരണ ഉള്ള പോലെ സാറ്റലൈറ്റുകൾ ആഡ് ചെയ്യുന്നു, അത് ടിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് എഡിറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം, ആൻറ്റിന സെറ്റപ്പ് ചെയ്യാം. സ്വിച്ചിൻ്റെ ബാക്കിയൊക്കെ സെറ്റപ്പ് സാധാരണ LNBകൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. എല്ലാം പറയുന്നില്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇത്രയും സാറ്റലൈറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സാറ്റലൈറ്റ് സ്കാൻ ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം, ബ്ലൈൻഡ് വേണോ, ഓട്ടോ വേണോ, ഏതാണോ വെച്ചാൽ അത് പ്രീസെറ്റ്. ക്രിപ്റ്റഡ് ആണോ, FTA, അതൊക്കെ എല്ലാ റിസീവറിലുള്ള കാര്യങ്ങളാണ്. സർവീസ് ടൈപ്പും എല്ലാറ്റിലും ഉള്ള കാര്യമാണ്. T2MI സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്, വേണോ വേണ്ടയോ. T2MI ഉള്ള സാറ്റലൈറ്റ് നോക്കും. പിന്നെ ക്ലിയർ ഓൾഡ് ഡാറ്റ ഓൺ എന്ന് ഓർത്താൽ നമ്മൾ അതിൽ ചെയ്ത എല്ലാ സാധനങ്ങളും അതിൻ്റെ അതായി ബന്ധപ്പെട്ട മുഴുവൻ ആ ഫ്രീക്വൻസി മൊത്തം ക്യാൻസലാവും. അതായി ബന്ധപ്പെട്ട പ്രീ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാം ക്യാൻസലാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ നമുക്ക് കവർ നോക്കാം. GT മീഡിയ ഇറക്കിയ ആദ്യത്തെ 4K ബോക്സാണ്, ആൻഡ്രോയിഡ് 4K ബോക്സ്. ആൻഡ്രോയിഡ് ഇതിന് മുമ്പ് ഇറക്കിയിട്ടുണ്ട്, പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റായ Ultra HD കോംബോ റിസീവറാണ്. അവരിറക്കിയ ആദ്യത്തെ കോംബോ ബോക്സാണ്. അതുകൊണ്ടാണ് ഇതിന് പേര് മാറ്റിയിട്ടത് GT കോംബോ. 4K ബോക്സുകൾ ഇതിനു മുമ്പ് GT മീഡിയ ഇറക്കിയിട്ടുണ്ട്, പക്ഷേ GT മീഡിയ ഇറക്കിയ ആദ്യത്തെ ഇത്തരം ബോക്സുകൾ. ഇതിൽ GT ഷെയർ എന്ന ആപ്ലിക്കേഷൻ, അതായത് ആൻഡ്രോയിഡ് ഡിവൈസ്
നമുക്ക് വയർലെസ് ടെലിവിഷനുമായിട്ടോ മൊബൈലുമായിട്ടോ നമുക്ക് ഈ ആൻഡ്രോയിഡ് ഡിവൈസ് കണക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ഡിവൈസ് എന്നാൽ ജി ടി മീഡിയ ബോക്സ് കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ട് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ജി ടി ഷെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ആ ഡിവൈസ് ഏത് ഡിവൈസ് ആൻഡ്രോയിഡ് ഡിവൈസ് ആണോ ആ ആൻഡ്രോയിഡ് ഡിവൈസ് ഈ ആൻഡ്രോയിഡ് ഡിവൈസുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഹൗ ടു യൂസ് എന്നതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗൂഗിൾ പ്ലേ എന്നത് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടി വി ബോക്സായിട്ട് കണക്ട് ചെയ്യുക സെയിം നെറ്റ്വർക്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേർ യു ആർ അങ്ങനെ പറയാം, ഇനി യുവർ ഹോം ഡിഷ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാമെന്നാണ്. നമ്മളെവിടെ ആയിക്കോട്ടെ ഇതിനകത്തെ സിസ്റ്റം ലൈവ് ടി വി ബോക്സ് ടു റിസീവ് ലൈവ് ടി വി എനിവർ ഇൻ യുവർ ഹോം നെറ്റ്വർക്ക്. ഇതിൻ്റെ മറ്റു കാര്യങ്ങളാണ്. റിമോട്ടാണ്, നല്ല റിമോട്ടാണ്. റിമോട്ട് മാത്രമായിട്ട് വാങ്ങുമ്പോൾ റിമോട്ടിന് 1000 രൂപ വിലയുണ്ട് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ. നല്ല റിമോട്ട്, ഇൻ്റലിജൻസ് വോയിസ് ഒക്കെയുള്ള റിമോട്ടാണ്. പ്രത്യേകിച്ച് അതിനെ പറയാനില്ല. ആൻഡ്രോയിഡിൽ ഏറ്റവും നല്ല റിസീവറാണ് റിമോട്ടുമാണ്. ലേണിംഗ് ആപ്പൊക്കെ ഉണ്ട്. പക്ഷേ റിമോട്ട് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ നല്ലൊരു വിലയുണ്ട് എന്നുള്ളതാണ്. 1000 രൂപയിലടുത്ത് വിലയുണ്ട്. 1000 രൂപ തന്നെ ഉണ്ട്. ചൈനീസ് നിർമ്മിതമാണ്, മെയ്ഡ് ഇൻ ചൈന. പിന്നെ ഇതിൻ്റെ കമ്പനി ഡീറ്റെയിൽസൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ ഫ്രണ്ട് ഇതാണ്. ബോക്സ് നമ്മൾ ഇനി നോക്കുക. ബോക്സാണ് നമ്മൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ സർക്യൂട്ടുകളും പി സി ബികളൊക്കെ നോക്കുക, അത്ര മനോഹരമാണ്. ഇന്നേ വരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല പ്രിൻ്റഡ് ബോർഡ് പി സി ബി, അതിനകത്തുള്ള ബോർഡുകൾ, അതിൻ്റെ ബാക്കി സെറ്റപ്പൊക്കെ. ഇത് നമ്മൾ പിൻഭാഗമാണ് റിസീവറിൻ്റെ. നമുക്കിത് കാണാം. LNB ഇൻ ആൻറ്റിന ഇൻ കാണാം, LNB ഇൻ കാണാം. നമുക്കവിടെ HD ഔട്ട് കാണാം, USB ഔട്ട് ഇൻപുട്ട് കാണാം, LAN പോർട്ട് കാണാം, ഒപ്റ്റിക്കൽ പോർട്ട് കാണാം, പവർ സപ്ലൈ കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ബോർഡ് നോക്കി എത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്തതെന്ന്. ഇതിൽ നമ്മൾ USB വേറൊരു ചെയ്യാം. അതുപോലെ കാർഡ്, ഏത് DTHൻ്റെ കാർഡ് ഇത് റീഡ് ചെയ്യും. അപ്പം നമുക്ക് ഓപ്പൺ കാർഡുകളോ ഏത് വേണമെങ്കിലും കാർഡ് നമുക്കിതിലിടാം. കാർഡിൻ്റെ ആ സ്ലോട്ടാണ് CA സ്ലോട്ടാണ്. പിന്നെ GT മീഡിയയുടെ GT കോംബോ ഫ്രണ്ട് പേജാണ്. വളരെ ചെറിയ സ്മോൾ റിസീവറാണ്. സ്മോൾ റിസീവർ മീൻസ് നമുക്കിതിൻ്റെ എൻ്റെ കയ്യിൽ റിസീവർ ഉണ്ട്. ഒരു 15 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഇല്ല, അതിൽ താഴെയാണ്. 15 സെൻറ്റിമീറ്ററിൻ്റെ ഏകദേശം നോക്കിയാൽ ഒരു 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും, ഏകദേശം ഒരു 10-12 വരും. 12x12 സെൻറ്റിമീറ്ററാണ്. നമുക്കൊരു കയ്യിൽ ഉൾക്കൈയിൽ ഒതുങ്ങുന്ന ഒരു ബോക്സാണിത്. വളരെ കുഞ്ഞൻ ബോക്സാണിത്.